വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫ്രൂട്ട്സ് ക്രോപ്സ് റിസർച്ച് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി CP സഫീറ ഡ്രാഗൺ ഫ്രൂട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. ഒരു കാലാവസ്ഥാ മിടുക്കൻ വിളയായ ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ വ്യാളിപ്പഴത്തിൻ്റെ ഉൽപാദന സാങ്കേതിക വിദ്യ നമുക്കിന്ന് പരിചയപ്പെടാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇന്ന് പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കാക്ടേസിയെ അഥവാ കള്ളിമുൾച്ചെടി കുടുംബത്തിലെ ഹൈലോസെറിയസ് എന്ന ജനുസിൽപ്പെട്ടതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിറ്റായാസ്, കമലം, വ്യാളിപ്പഴം എന്നിങ്ങനെ പ്രാദേശികമായി വിവിധ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജന്മദേശം അമേരിക്കയാണ്. മെക്സിക്കോ, മധ്യ അമേരിക്ക, കൊളംബിയ എന്നീ രാജ്യങ്ങളിലെ സ്പീഷീസുകളാണ് നിലവിൽ ലോകത്താകമാനം കൃഷി ചെയ്തു വരുന്നത്. ഹൈലോസെറിയസ് അൻഡാറ്റസ് എന്ന ഇനത്തിന് വെള്ള കാമ്പും ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള തൊലിയുമാണുള്ളത്. ഹൈലോസെറിയസ് മൊണോകാന്തസ്, ഹൈലോസെറിയസ് പോളിറൈസസ്, ഹൈലോസെറിയസ് കോസ്റ്റോറിസെൻസിസ് എന്നീ ഇനങ്ങൾക്ക് ചുവപ്പൻ കാമ്പും ചുവപ്പൻ തൊലിയുമാണുള്ളത്. ഹൈലോസെറിയസ് മെഗലാന്തസ് എന്ന ഇനത്തിന് മഞ്ഞ നിറത്തിലുള്ള തൊലിയും വെള്ള കാമ്പുമാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഹൈലോസെറിയസ് അൻഡാറ്റസ് ആണ്. വ്യാപകമായി വളരുന്നതും സാധാരണയായി ലഭ്യമായതുമായ ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങളിൽ പെട്ടവയാണ് വെള്ള പൾപ്പിനവും പിങ്ക് പൾപ്പിനവും. നടീലിന് ശേഷമുള്ള ആദ്യ വർഷത്തിൽ തന്നെ സാമ്പത്തിക ഉൽപ്പാദനവും 3 മുതൽ 5 വർഷത്തിനുള്ളിൽ മൊത്തത്തിലുള്ള ഉൽപ്പാദനവും നൽകുന്നത് വഴി വേഗത്തിൽ വരുമാനം തരുന്ന ഒരു ഫലവർഗ വിളയാണിത്. പ്രാരംഭ നിക്ഷേപം താരതമ്യേന ഉയർന്നതാണെങ്കിലും 4 മുതൽ 5 വർഷത്തിനുള്ളിൽ ലാഭം ഗണ്യമായി വർദ്ധിക്കും. ചുവന്ന മാംസമുള്ള സ്പീഷീസുകൾ സാധാരണ മുറികളിൽ ഫ്രഷായി സൂക്ഷിക്കാൻ എളുപ്പവുമാണ്. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ലഭ്യമായ ഡ്രാഗൺ പഴങ്ങളിൽ ഭൂരിഭാഗവും വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉയർന്ന ആവശ്യകത ഉള്ളതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉൽപ്പാദനം വീട്ടുമുറ്റത്തെ കർഷകർക്കും വൻകിട തോട്ടങ്ങളിലെ സംരംഭകർക്കും ഒരു സാമ്പത്തിക സാധ്യതയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് 90കളുടെ അവസാനത്തിൽ ഇന്ത്യയിലെത്തിയ ഒരു വിദേശിയാണെങ്കിലും അതിൻ്റെ കൃഷിയുടെ വിസ്തൃതി ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒറീസ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ കർഷകർ ഇതിനകം തന്നെ ഇതിൻ്റെ കൃഷി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ 3000 ഹെക്ടറിലാണ് നിലവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കാലാവസ്ഥാ മിടുക്കൻ വിളയാണെന്ന് പറഞ്ഞല്ലോ. ഈ ചെടിയിൽ ഇലകൾ മുള്ളുകളായി രൂപാന്തരപ്പെടുന്നതിനാൽ ഇവയ്ക്ക് ഉയർന്ന വരൾച്ച സഹനശേഷി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു നിശ്ചിത ഉയരത്തിലെത്തുമ്പോൾ ക്ലാഡോഡിൻ്റെ ജംഗ്ഷനിലാണ് ഫലം കായ്ക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൽ താപനിലയും പ്രകാശ തീവ്രതയും പൂക്കുന്നതിനെ നിയന്ത്രിക്കുന്നു. ചൂടുള്ളതും തെളിഞ്ഞതുമായ ദിവസങ്ങളിൽ പൂവ് ഏകദേശം വൈകുന്നേരം 4 മണിക്ക് തുറക്കും. രാത്രിയിൽ പരാഗണം നടന്നില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ പൂക്കൾ തുറന്നിരിക്കും. 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ മഴയെ ആശ്രയിച്ചുള്ള സാഹചര്യങ്ങളിലും ഇത് മിതമായ വിളവ് തരും. ഒരു പോഷകാഹാരം എന്ന നിലയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മേന്മകൾ എന്തെല്ലാമെന്ന് നോക്കാം. പോഷക സമൃദ്ധമായതിനാൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് സൂപ്പർ ട്രോപ്പിക്കൽ ഭക്ഷണങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വിവിധ പോഷകങ്ങളാൽ സമ്പുഷ്ടവും അതേസമയം കുറഞ്ഞ കലോറിയുള്ളതുമാണ്. വിട്ടുമാറാത്ത രോഗങ്ങളെ നിയന്ത്രിക്കാനും ദഹനനാളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിവിധങ്ങളായ വിറ്റാമിനുകൾ, ധാതുക്കൾ, ഭക്ഷ്യനാരുകൾ എന്നിവയാൽ ഡ്രാഗൺ ഫ്രൂട്ട് സമ്പുഷ്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിനെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ചികിത്സ, പ്രമേഹം നിയന്ത്രിക്കൽ, കൊളസ്ട്രോൾ അളവ് കുറയ്ക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇരുമ്പ്, മഗ്നീഷ്യം, വൈറ്റമിൻ B, വൈറ്റമിൻ C, ഫോസ്ഫറസ്, പ്രോട്ടീൻ, കാൽസ്യം, നാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നല്ല ജലാംശവുമുണ്ട്. പഴത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
ഡ്രാഗൺ ഫ്രൂട്ട് ഫിനോളുകൾ, ഫ്ലേവനോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയാൽ സമ്പന്നമാണ്. അല്പം പുളിരസ മാധുര്യത്തോടു കൂടിയവയാണ് പഴങ്ങൾ. വെളുത്ത കാമ്പുള്ള പഴങ്ങളെക്കാൾ പിങ്ക് കാമ്പുള്ള പഴങ്ങൾക്ക് ഉയർന്ന ഫിനോളുകളും ഫ്ലേവനോയിഡുകളുമുണ്ട്. പിങ്ക് മാംസമുള്ള പഴങ്ങളുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനം വെളുത്ത മാംസമുള്ള പഴങ്ങളെക്കാൾ ഇരട്ടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉൽപാദനഘട്ടത്തിൽ നാശനഷ്ടങ്ങൾ കുറവും പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കുന്നവയുമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മരുഭൂമിയിൽ നിന്നുള്ള മറ്റ് കള്ളിച്ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ നിന്നാണ് ഇവ ഉത്ഭവിച്ചത്. അതിനാൽ മഴ കുറവുള്ള പ്രദേശമൊഴികെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താൻ അനുയോജ്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മഴയുടെ ആവശ്യകത പ്രതിവർഷം 1200 മുതൽ 2500 മില്ലിമീറ്ററാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ശരാശരി 20 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വരണ്ട ഉഷ്ണമേഖല കാലാവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിരുന്നാലും 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 0 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ താപനിലയും ഇവയ്ക്ക് ചെറുതായി നേരിടാൻ കഴിയും. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ ചെടികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും തണ്ട് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യും. കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങൾ വിളകൾക്ക് അനുയോജ്യമല്ല. കാരണം അമിതമായ മഴ പൂക്കളുടെ കൊഴിച്ചിലിനും കായ് കൊഴിച്ചിലിനും കാരണമാകുന്നു. നീർവാർച്ചയുള്ള വിവിധതരം മണ്ണിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താം. എന്നിരുന്നാലും അനുയോജ്യമായ മണ്ണ് ജൈവവസ്തുക്കളാൽ സമ്പുഷ്ടവും ചെറുതായി അസിഡിറ്റി അഥവാ അമ്ലഗുണമുള്ളത് ആയിരിക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ ഉയർന്ന ജൈവാംശമുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിലെ പ്രവർധന മുറകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ തണ്ട് മുറിച്ച് നടുന്നതിലൂടെ വേഗത്തിൽ പ്രവർധനം ചെയ്യാം. സാധാരണയായി 20 മുതൽ 25 സെൻറ്റിമീറ്റർ നീളമുള്ള തണ്ട് വെട്ടിയെടുത്താണ് നടുന്നതിന് ഉപയോഗിക്കുന്നത്. നടുന്നതിന് 1-2 ദിവസം മുൻപ് കട്ടിംഗ് തയ്യാറാക്കണം. കൂടാതെ മുറിച്ചതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ലാറ്റക്സ് ഉണങ്ങാൻ അനുവദിക്കുകയും വേണം. കായ്ക്കുന്ന കാലത്തിന് ശേഷം ഗുണമേന്മയുള്ള മാതൃചെടികളിൽ നിന്ന് തണ്ട് വെട്ടിയെടുക്കണം. രോഗങ്ങൾ തടയുന്നതിന് മുറിവിൽ കുമിൾനാശിനികൾ പുരട്ടാം. ഈ തണ്ടുകൾ 12x30 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പോളിയെത്തിലീൻ ബാഗുകളിൽ 1:1:1 എന്ന അനുപാതത്തിൽ മണ്ണ്, കൃഷിയിടത്തിലെ വളം, മണൽ എന്നിവ നിറച്ചാണ് നടുന്നത്. വേരൂന്നാൻ തണലുള്ള സ്ഥലത്താണ് ബാഗുകൾ സൂക്ഷിക്കുന്നത്. മുറിച്ച ഭാഗത്ത് അഴുകുന്നത് തടയാൻ അധികം ഈർപ്പം ഒഴിവാക്കണം. വേരുകൾ ധാരാളമായി വന്നതിനു ശേഷം 5 മുതൽ 6 മാസത്തിനുള്ളിൽ മുഖ്യ കൃഷിയിടത്തിൽ നടാൻ പാകമാകും. പ്രധാനപ്പെട്ട പരിപാലന രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ അതിവേഗം വളരുന്ന വള്ളികളാണ്. പ്രാരംഭഘട്ടത്തിൽ കൂടുതൽ കട്ടിയുള്ളതും ഇടതൂർന്നതുമായ ശാഖകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഊന്നുകളിലേക്ക് വളരുന്നതിന് പാർശ്വമുകുളങ്ങളും ശാഖകളും വെട്ടിമാറ്റണം. ഫ്രെയിമുകളുടെ മുകളിൽ വള്ളികൾ എത്തിക്കഴിഞ്ഞാൽ ശാഖകൾ താഴേക്ക് തൂങ്ങി വളരാൻ അനുവദിക്കണം. പുതിയ ചിനപ്പുകൾ പാർശ്വസ്ഥമായി വളരുന്നതിനും വളയത്തിൽ കയറുന്നതിനും വേണ്ടി പ്രധാന തണ്ടിൻ്റെ അറ്റം നീക്കം ചെയ്യണം. ഇവയെ മുകളിലുള്ള വളയത്തിൽ കയറ്റി ഇറക്കുമ്പോൾ വള്ളികളുടെ ഒരു കുട പോലുള്ള ഘടന അഥവാ മേലാപ്പ് ഉണ്ടാകുന്നു. താഴേക്ക് വളഞ്ഞു വളരുന്ന വള്ളികളിലാണ് പൂക്കൾ വിരിഞ്ഞ് പഴങ്ങളാകുന്നത്. ഇത് പാർശ്വശാഖയ്ക്കും കാരണമാകും. ഇതിനെ സ്ട്രക്ചറൽ പ്രൂണിംഗ് അല്ലെങ്കിൽ ട്രെല്ലുകളിൽ ഒരു ഘടന ഉണ്ടാക്കുക എന്ന് വിളിക്കുന്നു. നന്നായി വളരുന്ന വള്ളിക്ക് ഒരു വർഷത്തിൽ 30 മുതൽ 50 വരെ ശാഖകളും 4 വർഷത്തിനുള്ളിൽ 100-ലധികം ശാഖകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ട്. ഇന്ത്യയിൽ ധാരാളം ട്രെല്ലിസ് ഡിസൈനുകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ IIHR ബംഗളൂരു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബംഗളൂരു എന്ന സ്ഥാപനത്തിൽ 4 വ്യത്യസ്ത ട്രെല്ലിസ് സംവിധാനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ ഒറ്റക്കാൽ വളയം അഥവാ സിംഗിൾ പോൾ സിസ്റ്റം താരതമ്യേന മറ്റു ട്രെല്ലിസ് സമ്പ്രദായത്തേക്കാൾ മികച്ച വിളവും വളർച്ചയും കാണിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചെടികളുടെ ഭാരം താങ്ങാനും പൂക്കളും പഴങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയുന്ന വളയങ്ങളുള്ള ഒറ്റക്കാൽ സമ്പ്രദായം വാണിജ്യ ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചു വരുന്നു.
കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവ ഈട് നിൽക്കുന്നതും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടിൻ്റെ അരികുകളിൽ ചെറിയ സർപ്പിള ബട്ടൺ ടൈപ്പ് ഘടനകളോടെയാണ് പൂക്കൾ വിരിയുന്നത്. ഇവ 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ പൂമൊട്ടുകളായി വികസിക്കും. ഉള്ളിൽ വെള്ളയും പച്ച കലർന്ന മഞ്ഞയും പുറംഭാഗം പർപ്പിൾ ചായങ്ങളും പൂശിയ മനോഹരമായ പൂക്കൾ ആണിവ. ഇവ ദ്വിലിംഗ പുഷ്പങ്ങളാണ്. ഇവയുടെ നീളം 25 മുതൽ 30 സെൻറ്റിമീറ്ററും. ഇവ സുഗന്ധമുള്ളതും രാത്രിയിൽ മാത്രം പൂക്കുന്നതുമാണ്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് പൂക്കാലം. പൂമൊട്ട് വിരിഞ്ഞ് 30 മുതൽ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് വിളവെടുപ്പ്. പഴങ്ങളുടെ ഗുണനിലവാരം ഇനങ്ങൾക്കിടയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിളവെടുപ്പ് സമയം ഗുണനിലവാരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇനങ്ങൾക്കിടയിൽ പഴങ്ങളുടെ വലിപ്പത്തിലും ആകൃതിയിലും രുചിയിലും കാര്യമായ വ്യത്യാസമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിലെ പോഷക പരിപാലനം. ജൈവവളവും വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം സമ്പൂർണ്ണ വളം അഥവാ ഓൾ 19 കൂട്ടിച്ചേർത്ത് 3-4 മാസം കൂടുമ്പോൾ പ്രയോഗിക്കുന്ന രീതി അനുവർത്തിക്കാവുന്നതാണ്. അടുത്ത വിളവെടുപ്പ് സീസണിൽ പുതിയ ചിനപ്പ് പൊട്ടൽ ഉണ്ടാകുന്നതിനും തുറന്നതും കൈകാര്യം ചെയ്യാവുന്നതുമായ കുടയുടെ ആകൃതിയിലുള്ള മേലാപ്പ് ലഭിക്കുന്നതിനും പതിവായി ശിഖരങ്ങൾ വെട്ടിമാറ്റണം. വിളയുടെ മികച്ച പ്രകടനത്തിന് ശരിയായ പോഷകാഹാരം ആവശ്യമാണ്. കൊൽക്കത്തയിലെ ബിധാൻ ചന്ദ്ര കൃഷി വിശ്വവിദ്യാലയ BCKVയിൽ നടത്തിയ പഠനത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ 450 ഗ്രാം, 350 ഗ്രാം, 300 ഗ്രാം എന്നിങ്ങനെ യഥാക്രമം ഒരു പില്ലറിന് എന്ന ഡോസ് ഏറ്റവും മികച്ചതായി കണ്ടെത്തി. 4 ചെടികളുള്ള ഓരോ തൂണിലേക്കും 4 തവണകളായി ഷെഡ്യൂൾ അനുസരിച്ച് മേൽപ്പറഞ്ഞ വളങ്ങൾ നൽകാം. പൂവിടുന്നതിന് മുൻപ് മേൽപ്പറഞ്ഞ ഡോസിൻ്റെ 10-30% വീതം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നൽകണം. കായ് പിടിക്കുന്ന സമയത്ത് 20-40-25% വീതം എന്ന തോതിലും വിളവെടുപ്പ് സമയത്ത് 30-20-30% എന്ന തോതിലും NPK ചെടികൾക്ക് കൊടുക്കണം. കൂടാതെ 2 മാസത്തെ വിളവെടുപ്പിന് ശേഷം മൊത്തം NPKയുടെ 40-30-15% വീതവും നൽകണം. ഡ്രാഗൺ ഫ്രൂട്ടിലെ ജലസേചന ക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കാലാവസ്ഥാ മിടുക്കൻ വിളയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. വളരെ കുറഞ്ഞ മഴയെയും നിരവധി മാസത്തെ വരൾച്ചയെയും ഡ്രാഗൺ ചെടികൾക്ക് അതിജീവിക്കാൻ കഴിയും. എങ്കിലും നല്ല ഗുണമേന്മയുള്ള പഴങ്ങൾ ലഭിക്കാൻ പതിവ് ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ഒരു ചെടിക്ക് ആഴ്ചയിൽ 2 തവണ ഏകദേശം 2 മുതൽ 4 ലിറ്റർ വെള്ളം മതിയാകും. മണ്ണ്, കാലാവസ്ഥ, സസ്യങ്ങളുടെ ആരോഗ്യം എന്നിവയെ ആശ്രയിച്ച് ജലത്തിൻ്റെ ആവശ്യകത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വരണ്ട സീസണിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുള്ളിനന സംവിധാനത്തിലൂടെ ജലസേചനം നടത്തി വളരുന്ന മാധ്യമങ്ങൾ ഈർപ്പമുള്ളതാക്കി നിർത്താനും പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ വേരുപടലം ആഴം കുറഞ്ഞതും 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതുമാണ്. ഇവയുടെ അമിതമായ ജലസേചനം കുമിൾ രോഗത്തിന് കാരണമാകും. അതിനാൽ മഴക്കാലത്ത് ശരിയായ നീർവാർച്ച ഉറപ്പാക്കണം. ജലസേചനം കൂടാതെയുള്ള നീണ്ട വരണ്ട കാലഘട്ടം പഴങ്ങളുടെ വിളവും ഗുണവും കുറയ്ക്കുന്നു. കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൂവിടുന്നതിന് മുൻപുള്ള ഒരു വരണ്ട കാലഘട്ടം ഈ ചെടിക്ക് ആവശ്യമാണ് താനും. വെള്ളം കെട്ടി നിർത്തിയുള്ള ജലസേചനം ഇവയ്ക്ക് ശുപാർശ ചെയ്യുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ടിലെ വിളവെടുപ്പ്. നടീൽ തീയതി മുതൽ 12 മുതൽ 15 മാസത്തിനുള്ളിൽ ചെടി വിളവ് നൽകാൻ തുടങ്ങും. കായ്കളുടെ പുറം തൊലിയുടെ നിറം പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുന്നതിലൂടെ കായ്കൾ പാകമാകും. 7 ദിവസത്തെ ഈ വർണ്ണമാറ്റത്തിന് ശേഷമാണ് വിളവെടുപ്പിൻ്റെ ശരിയായ സമയം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ചെടികൾ കായ്കൾ തരുന്നു. മാസത്തിൽ 3-4 തവണ വിളവെടുപ്പ് നടത്താം. പഴത്തിൻ്റെ ഭാരം 300 മുതൽ 800 ഗ്രാം വരെയാണ്. 3 വർഷം പ്രായമുള്ള ഒരു ചെടിയിൽ നിന്നുള്ള ശരാശരി വിളവ് ഏകദേശം 30 മുതൽ 35 കിലോഗ്രാം വരെയാണ്.
ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയിലും പൾപ്പിലും ധാരാളം സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ അവ ഭക്ഷ്യനിറങ്ങൾ, മരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മാർക്കറ്റ് 3.9% വാർഷിക നിരക്കിൽ വളരുമെന്നാണ് പ്രവചനം. ഡ്രാഗൺ ഫ്രൂട്ട് പൾപ്പിൽ നിന്നും പാനീയങ്ങൾ, ഫ്രൂട്ട് പൗഡർ, ജാം, ജെല്ലി, യോഗട്ട്, വൈൻ, ചിപ്സ് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം. കൂടാതെ വിത്തിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കാം. പഴത്തൊലിയിൽ നിന്നും പെക്റ്റിൻ, ബീറ്റാസയാനിൻ പൗഡർ എന്നിവയും വിവിധ പ്രക്രിയകളിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഈ പഴത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണ രംഗത്തും ഉപയോഗിച്ചു വരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിലെ സസ്യ സംരക്ഷണ മുറകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള തോട്ടങ്ങളിലും സൂര്യാഘാതം പരിക്കാണ് ഏറ്റവും അധികം പ്രശ്നമായി ഭവിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള തോട്ടങ്ങളിലും സൂര്യാഘാത പരിക്കാണ് ഏറ്റവും അധികം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ അലട്ടുന്നത്. പകലും രാത്രിയും താപനിലയിൽ വലിയ വ്യതിയാനം രേഖപ്പെടുത്തുന്ന മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രദേശത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസിനു മുകളിലാണെങ്കിൽ സൂര്യാഘാതം കാണപ്പെടാറുണ്ട്. പഴത്തിൻ്റെ നിറവ്യത്യാസവും മൃദുത്വവുമാണ് ഡ്രാഗൺ ഫ്രൂട്ടിലെ സൂര്യതാപത്തിൻ്റെ ലക്ഷണങ്ങൾ. പഴത്തിൻ്റെ തൊലി അതിൻ്റെ സാധാരണ നിറത്തിൽ നിന്ന് തവിട്ടു നിറമോ മഞ്ഞ നിറമോ ആയി മാറും. കൂടാതെ തൊലിക്ക് താഴെയുള്ള മാംസം മൃദുവാകും. തീക്ഷ്ണമായ പരിക്കാണ് എങ്കിൽ ഫലം ചുരുങ്ങുകയും ഘടന മാറുകയും അത് ഭക്ഷ്യയോഗ്യമല്ലാതായി തീരുകയും ചെയ്യും. ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളിൽ സൂര്യതാപം തടയാൻ നിരവധി മാർഗങ്ങളുണ്ട്. തുണികൾ ഉപയോഗിച്ച് ചെടികൾക്ക് തണൽ നൽകുക, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ തണൽ നൽകാൻ സമീപത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നിവ സൂര്യതാപത്തെ ഒരു പരിധിവരെ തടയും. ചെടികൾ പതിവായി മുഴുവനായി നനയ്ക്കുന്നത് അവയെ തണുപ്പിക്കാനും സൂര്യതാപം തടയാനും സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ്. കീടങ്ങളും രോഗങ്ങളും. പൊതുവെ ഡ്രാഗൺ ഫ്രൂട്ട് പ്രധാന കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാറുണ്ട്. സാധാരണ കീടനാശിനി പ്രയോഗത്തിലൂടെ ഉറുമ്പുകൾ, ചെതുമ്പൽ പ്രാണികൾ, മീലിമുട്ടകൾ തുടങ്ങിയവയുടെ വ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് വിളയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ആന്ത്രാക്നോസ്, തവിട്ടുപാടുകൾ, തണ്ട് ചെംചീയൽ എന്നിവയാണ്. ഇവ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ രോഗകാരികളാൽ ബാധിക്കപ്പെടുന്ന രോഗങ്ങളാണ്. കനത്ത മഴയും വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടോ ഉള്ള സാഹചര്യങ്ങളും ഈ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. ആന്ത്രാക്നോസ് രോഗം ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പഴങ്ങളെയും ആക്രമിക്കുന്നു. രോഗപ്രതിരോധ മാർഗമായി ക്ലോറോതലോനിൽ അല്ലെങ്കിൽ മാംഗോസെബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും അല്ലെങ്കിൽ കാർബൻഡാസിം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലോ ലയിപ്പിച്ച് തളിച്ചു കൊടുക്കാം. സാന്തോമോണാസ് കാമ്പസ്ട്രിസ്, എർവീനിയ കരോട്ടവോറ എന്നീ ബാക്ടീരിയകൾ മൂലമാണ് ബാക്ടീരിയ ചെംചീയൽ ഉണ്ടാകുന്നത്. അമിതമായ വെളിച്ചം ചെടിയെ ബാക്ടീരിയൽ ചെംചീയലിന് ഇരയാക്കുന്നു. സൂര്യാഘാതവും കാൽസ്യത്തിൻ്റെ കുറവും രോഗം വർദ്ധിപ്പിക്കുന്നു. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി കോപ്പർ ഓക്സിക്ലോറൈഡ് 0.25% നിരക്കിൽ ഉപയോഗിക്കാം. കായ്ച്ചകളെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഈ കീടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരിമിതമായ വാണിജ്യ ഉൽപ്പാദകരും ഉയർന്ന ഡിമാൻഡും കാരണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിപണനക്ഷമത ഇന്ത്യയിൽ വളരെ ഉയർന്നതാണ്. ഇന്ത്യയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഓഫ് സീസൺ ഉൽപ്പാദനത്തിന് സാധ്യതയുണ്ട്. ഓഫ് സീസണിൽ വിപണി വില കിലോയ്ക്ക് 150 മുതൽ 250 രൂപ വരെ ഉയരും. ഭാവിയിൽ ഉൽപ്പാദനം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ കൂടുതൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിപണി മാന്ദ്യം ഉണ്ടായാൽ സംസ്കരണത്തിലൂടെ മൂല്യവർദ്ധനവിൻ്റെ വഴികൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതുവഴി ഉൽപ്പാദനം വർദ്ധിക്കാനും മിച്ചമുള്ള ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കപ്പെടാനും സഹായിക്കും.
ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫ്രൂട്ട്സ് ക്രോപ്സ് റിസർച്ച് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി CP സഫീറ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് സംസാരിച്ചതാണ്.